നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. ഓണം കെങ്കേമമാക്കാൻ ഒരുങ്ങി പ്രവാസികളും. ഇത്തവണ അവധി ദിനത്തിലാണ് ഓണം എത്തുന്നത് എന്ന പ്രത്യേകതയുണ്ട്. ഓണച്ചന്തയും പായസമേളയും ഉൾപ്പെടെ ഒരുക്കി സൂപ്പർ മാർക്കറ്റുകളും ഓണത്തിന്റെ ആവേശം നിറയ്ക്കുന്നുണ്ട്. ഓണം ഇവിടെയാണ് എന്ന പേരിൽ പ്രവാസികൾക്കായി ലുലു പ്രത്യേക ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓണത്തിനായുള്ള ഒരുക്കങ്ങൾ പ്രവാസ ലോകത്ത് തുടങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാം, പതിവ് പോലെ തന്നെ ഓണം കെങ്കേമാക്കാനായി എല്ലാ തരത്തിലും പ്രവാസികൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ഓണച്ചന്തയിൽ എന്തെല്ലാം കാണും? ഓണമായാൽ ഓണച്ചന്ത പ്രവാസികൾക്കൊരു ഗൃഹാതുര സ്മരണ ഉണർത്തുന്ന ഓർമ്മയാണ്. അത്തരം ഒരു ഓണച്ചന്തയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ലുലുവിലാണ് ഈ ഒരു ഓണത്തിനായി പ്രത്യേക ഓണച്ചന്ത സജ്ജീകരിച്ചതിന്. ഇവിടെ പൂക്കളുണ്ട്, പച്ചക്കറികളുണ്ട്, ഓണത്തിന് ലഭിക്കുന്ന എല്ലാമുണ്ട്. ഈ പൂക്കളും പച്ചക്കറികളും എല്ലാം നാട്ടിൽ നിന്ന് ഇതിനായി പ്രത്യേകം എത്തിച്ചവയാണ്. വളരെ സന്തോഷമുണ്ട്. ഇപ്രാവശ്യം ഒരു സ്പെഷ്യൽ സന്തോഷം കൂടിയുണ്ട്. അന്നൊരു പബ്ലിക് ഹോളിഡേ കൂടിയാണ്, പിന്നെ ഒരു ലോങ് വീക്കെൻഡാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ആഘോഷിക്കാനുള്ളൊരു സാഹചര്യമാണ് മുന്നിലുള്ളത്. അപ്പോൾ ഓണത്തിരക്കുകൾ തുടങ്ങി. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഷോപ്പിംഗൊക്കെ ഗംഭീരമായിട്ട് നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷം. പ്രവാസികളുടെ ഓണമെന്നാൽ തിരുവോണ ദിവസം മുതൽ അടുത്ത ക്രിസ്മസ് വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. ലുലു തങ്ങളുടെ ക്യാമ്പയിനിൽ പറയുന്നത് പോലെ ഓണം ഇവിടെയാണ്. അതെ, ഓണം അക്ഷരാർത്ഥത്തിൽ പ്രവാസ ലോകത്താണ്. ദുബായിൽ നിന്നും ചരച്ചിറങ്ങുന്നതിനൊപ്പം അരുൺ പാറാട്ട്, 24. പ്രവാസി ലീഗൽ സെൽ സൗദി ചാപ്റ്ററിന്റെ ജനറൽ ബോഡി യോഗം ചേർന്നു. റിയാദ് മലാസിൽ നടന്ന യോഗം സാമൂഹ്യ പ്രവർത്തകൻ ഷിഹാബ് കുട്ടുകാട് ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ലീഗൽ സെൽ സൗദി കോർഡിനേറ്റർ പീറ്റർ വർഗീസ് അധ്യക്ഷനായിരുന്നു. റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം ചീഫ് കോർഡിനേറ്റർ ഷിബു ഉസ്മാൻ, വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ ഭാരവാഹികളായ ജോർജ് സക്കറിയ, വിനോദ്, റഹ്മാൻ, മുനമ്പത്ത് അബ്ദുൽ മജീദ്, നിഹാസ് പാനൂർ, ഉമ്മർ മുക്കം എന്നിവർ സംസാരിച്ചു. ഗഫൂർ കൊയിലാണ്ടി സ്വാഗതവും സെയ്ഫ് കൂട്ടുങ്കൽ കൃതജ്ഞതയും അറിയിച്ചു. അമേരിക്കയ്ക്കുള്ള മറുപടിയും ശക്തിപ്രകടനവുമായി ചൈനയുടെ വിക്ടർ ദിന പരേഡ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നും ഉൾപ്പെടെ 26 ലോക നേതാക്കൾ പരിപാടിയിൽ സംബന്ധിച്ചു. അമേരിക്കയ്ക്കെതിരെ പുതിയ അച്ചുതണ്ട് ഉയരുന്നു എന്ന സന്ദേശം നൽകാൻ വിക്ടർ ദിന പരേഡിന് കഴിഞ്ഞു. ചൈനീസ് വിക്ടർ ദിന പരേഡ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നും ആദ്യമായി ഒന്നിച്ചു കാണുന്നു എന്ന പ്രത്യേകതയിൽ ലോകശ്രദ്ധ പിടിച്ചുപറ്റി. അമേരിക്കയ്ക്കെതിരെ ഗൂഢാലോചന നടത്താനാണ് നിങ്ങൾ ഒത്തുചേർന്നത് എങ്കിലും പുടിനോടും കിം ജോങ് ഉന്നിനോടും തന്റെ ആശംസകൾ അറിയിക്കണം എന്നായിരുന്നു ഷീ ജിങ് പിങ്ങിനോടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പരിഹാസം. എന്നാൽ ചൈനയെ തടഞ്ഞു നിർത്താൻ ആർക്കും സാധിക്കില്ലെന്ന് പരേഡിനെ അഭിസംബോധന ചെയ്ത് ഷീ ജിങ് പിങ് പറഞ്ഞു. ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് തുടങ്ങി 26 രാജ്യത്തലവന്മാരുള്ള വേദിയെ ചൈന തങ്ങളുടെ പുതിയ ആയുധങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരമായി കൂടിയാണ് കണ്ടത്. പരേഡിനു ശേഷം 2 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ പുടിൻ കിം ജോങ് ഉന്നിനെ റഷ്യയിലേക്ക് ക്ഷണിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, 24. റഷ്യയിൽ നിന്ന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതലായി വാങ്ങാൻ ഇന്ത്യ ചർച്ചകൾ ആരംഭിച്ചുവെന്നാണ് റഷ്യൻ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട്. അമേരിക്കയുടെ തീരുവപ്രഹരത്തിനിടെയാണ് ഇന്ത്യയുടെ നിർണായക നീക്കം. കൂടുതൽ യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നതിൽ ഇന്ത്യയുമായി ചർച്ചകൾ പുരോഗമിക്കുന്നതായി റഷ്യ. S-400 മിസൈലുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങളുടെ ഇടപാടുകളിൽ ധാരണയാകുമെന്നാണ് സൂചന. ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യ കൂടുതൽ യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നത്. ഇന്ത്യ പാക് അതിർത്തിയിൽ വിന്യസിച്ച S-400 മിസൈലുകൾ റഷ്യയിൽ നിന്ന് വാങ്ങിയതാണ്. കൂടുതൽ യൂണിറ്റുകൾ വാങ്ങുന്നതിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. 2018-ൽ റഷ്യയുമായി ഇന്ത്യ ഒപ്പുവച്ച $5.5 ബില്യൺ കരാർ പ്രകാരം 2 S-400 യൂണിറ്റുകൾ കൂടി റഷ്യ ഇന്ത്യക്ക് കൈമാറേണ്ടതുണ്ട്. ഈ യൂണിറ്റുകൾ 2026-27 വർഷങ്ങളിൽ ഇന്ത്യക്ക് കൈമാറാൻ കഴിയുമെന്ന് റഷ്യ അറിയിച്ചു.
യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് ആയുധങ്ങളും ക്രൂഡ് ഓയിലും വാങ്ങുന്നത് യുദ്ധ കുറ്റകൃത്യമാണെന്ന് കാണിച്ചാണ് ഇന്ത്യക്കുമേൽ അമേരിക്ക അധിക തീരുവ ചുമത്തിയത്. എന്നാൽ ഷാങ്ങായ് ഉച്ചകോടിക്ക് പിന്നാലെ ഇന്ത്യക്ക് കുറഞ്ഞ വിലയിൽ ക്രൂഡ് ഓയിൽ നൽകാൻ റഷ്യ തീരുമാനിച്ചതായി ബിസിനസ് മാധ്യമമായ ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. ബാരലിന് $3 മുതൽ $4 വരെ വില കുറയുമെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ പ്രതിദിനം 3 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലുലു ഡെയിലി ഫ്രഷ് ഹവല്ലിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കുവൈറ്റിലെ 17ാമത്തെ ലുലു ഔട്ട്ലെറ്റാണ് ഇത്. പ്രമുഖ റീറ്റെയിൽ ബ്രാൻഡായ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഹവല്ലിയിലെ ട്വിനി സ്ട്രീറ്റിലുള്ള അൽബഹർ സെന്ററിൽ ലുലു ഡെയിലി ഫ്രഷ് സ്റ്റോർ ആരംഭിച്ചു. കുവൈറ്റിലെ ആദ്യ ലുലു ഡെയിലി ഫ്രഷ് സ്റ്റോറുകളിൽ ഒന്നായ ഇത് രാജ്യത്തെ 17ാമത്തെ ലുലു ഔട്ട്ലെറ്റാണ്. ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ MA യൂസഫ് അലി, ലുലു കുവൈറ്റ് ഡയറക്ടർ KS ശ്രീജിത്ത്, റീജിയണൽ ഡയറക്ടർ സക്കീർ ഹുസൈൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ പാർട്ട്ണർ കമ്പനി WLLന്റെ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് മാനേജിംഗ് ഡയറക്ടറുമായ ഫഹദ് അബ്ദുൾ റഹ്മാൻ അൽബഹർ, അബ്ദുൾ റഹ്മാൻ മുഹമ്മദ് അൽബഹർ, ആദിൽ അലി അൽബഹർ എന്നിവർ ചേർന്നാണ് സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പുതിയ 5 ബ്രാഞ്ചുകൾ കൂടി ഉടനെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് MA യൂസഫ് അലി അറിയിച്ചു. എല്ലാ മലയാളികൾക്കും അദ്ദേഹം ഓണാശംസകൾ നേർന്നു. ഞങ്ങളുടെ 17ാമത്തെ ഔട്ട്ലെറ്റാണ് കുവൈറ്റിൽ. ഇനിയും 5 പ്രൊജക്റ്റ് പൈപ്പ് ലൈനിലാണ്. ഇവിടെ മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയൊരു ലോജിസ്റ്റിക് സെൻറ്റർ, പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കോൾഡ് സ്റ്റോറേജ് സഹദിയയിൽ ഞങ്ങൾ ആരംഭിക്കുകയാണ്. I already explained to our Excellency Fahad that there is our celebration. This is not only Kerala celebration, India celebration. Onam. So wish you happy Onam to everybody. 4700 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചത്. കൂടാതെ 300 വാഹനങ്ങൾക്കായി മൾട്ടി സ്റ്റോർ പാർക്കിംഗ് സൗകര്യവും സ്റ്റോറിൽ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജലിൻ ത്രിപ്രയാർ, 24 കുവൈറ്റ്. ഓണക്കാലമായതോടെ മാവേലിയെ വരവേറ്റ സൗദി പ്രവാസികളും തിരുവോണ തീവണ്ടി എന്ന പേരിൽ ജിദ്ദയിലെ പ്രവാസികൾ ഒരുക്കിയ സംഗീതാൽബം മരുഭൂമിയെ കൊച്ചു കേരളമാക്കി മാറ്റി. മരുഭൂമിയിൽ അപൂർവമായി കാണുന്ന പച്ചപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് മനോഹരമായ ആൽബം ചിത്രീകരിച്ചിരിക്കുന്നത്. ചേർന്നൂരാമൽക്കതിരായി മനതാരിലെ കൊന്നക്കണിയാ. കേരളത്തിലെ ഏതെങ്കിലും ഗ്രാമപ്രദേശമല്ല, സൗദിയിലെ മരുഭൂമിയാണിത്. ഓണക്കാലമായപ്പോൾ മരുഭൂമിയിലെ ഈ പച്ചപ്പിലുമെത്തി മാവേലി. പിന്നാലെ ജിദ്ദയിലെ ഒരു പറ്റം കലാകാരന്മാർ അണിയിച്ചൊരുക്കിയ തിരുവോണ തീവണ്ടിയും. പൂർണ്ണമായും സൗദിയിൽ ചിത്രീകരിച്ച ആൽബമാണ് തിരുവോണ തീവണ്ടി. ഞാറ്റുപാട്ടിന്റെ താളത്തിലാറണ പുഞ്ചവൻ പാടത്തെ നെൽക്കതിര്. നീട്ടിക്കെട്ടിയ വാർമുടി പാറണ് വന്താരപ്പൂ മുട്ടുകളെ. മനോഹരമായ ഓണപ്പാട്ട് രചിച്ചതും ആലപിച്ചതും ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും പ്രവർത്തിച്ചതുമെല്ലാം സൗദിയിലെ പ്രവാസികൾ. ജിദ്ദയിലെ തീവണ്ടി മ്യൂസിക് ബാൻഡിലെ കലാകാരന്മാരാണ് തിരുവോണ തീവണ്ടി ഒരുക്കിയത്. അപ്പോൾ നമ്മൾ ഈ ലൊക്കേഷൻ കണ്ടു ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന വഴിയിൽ സുമൈസി എന്ന ഭാഗത്ത് നിന്നാണ് ഈ ലൊക്കേഷൻ നമ്മൾ കണ്ടെത്തിയത്. ഈ ലൊക്കേഷൻ എത്തിയപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം അവിടെ സൃഷ്ടിക്കാൻ പറ്റും എന്നൊരു ബോധ്യം നമുക്കുണ്ടായി. അങ്ങനെയാണ് ഈ പാട്ട് അവിടെ തന്നെ ഷൂട്ട് ചെയ്താൽ മതിയെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നതും ഈ കേരളത്തിന്റെ എല്ലാ കാര്യങ്ങളും അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റും. കാര്യം അവിടെ ഫുൾ പച്ചപ്പാണ്. മരുഭൂമിയിൽ അപൂർവമായി മാത്രം കാണുന്ന പച്ചപ്പിന്റെ പശ്ചാത്തലത്തിൽ മാവേലിയും പൂക്കളവും തിരുവാതിരയും ഓണ മത്സരങ്ങളുമൊക്കെയായി മനോഹരമായിരിക്കുന്നു തിരുവോണ തീവണ്ടി. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. പുതിയ ഇരട്ട നികുതി ഘടനയ്ക്ക് GST കൗൺസിലിന്റെ അംഗീകാരം. 5%, 18% സ്ലാബുകൾ മാത്രമാകും ഇനി ഉണ്ടാവുക. 12%, 28% സ്ലാബുകൾ ഒഴിവാക്കി. 5% GST ഉണ്ടായിരുന്ന 4 ഉൽപ്പന്നങ്ങളെ പൂർണ്ണമായും നികുതിയിൽ നിന്ന് ഒഴിവാക്കി. 33 ജീവൻ രക്ഷാ മരുന്നുകൾ, റൊട്ടി, ചപ്പാത്തി, പൊറോട്ട, പനീർ, കടല, വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ് എന്നിവയാണ് GSTയിൽ നിന്ന് ഒഴിവാക്കിയത്. ഷാംപൂ, സോപ്പ് മുതൽ ചെറിയ കാറുകൾ, 380 cc കുറവുള്ള ബൈക്കുകൾ, കാർഷിക ഉപകരണങ്ങൾ, ജൈവ കീടനാശിനികൾ, സിമന്റ്, മാർബിൾ, ഗ്രാനൈറ്റ് തുടങ്ങി 30ഓളം ഉൽപ്പന്നങ്ങൾ
ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും. പാൻ മസാല, പുകയില ഉൽപ്പന്നങ്ങൾ, ചൂയിങ് ടൊബാക്കോ, കോള, ഇടത്തരം വലിയ ചെറിയ കാറുകൾ എന്നിവയ്ക്ക് വില കൂടും. ഇരട്ട നികുതി ഘടന സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വരും. സാധാരണക്കാരെ മുൻനിർത്തിയുള്ള നടപടിയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. Common man and middle class items may there is a complete reduction. Reduction from 18 or from 12 to 5%. തൃശൂർ കുന്നംകുളത്ത് യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. 2023 ഏപ്രിൽ 5 നടന്ന കസ്റ്റഡി മർദ്ദനത്തിന് ദൃശ്യങ്ങൾ പുറത്തുവന്നത് കോടതിയുടെ ഇടപെടലിലൂടെയാണ്. സുഹൃത്തിനെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിനാണ് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് VS പോലീസ് മർദ്ദിച്ചത്. ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പോലീസിനെതിരെ കടുത്ത പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഉയർത്തുന്നത്. ഇത് പോലീസോ ഗുണ്ടകളോ എന്ന് ചോദിച്ച് മൂക്കത്ത് വിരൽ വെക്കുന്നു കേരളം. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് VS പോലീസ് സ്റ്റേഷനകത്തേക്ക് കൊണ്ടുവരുന്നതും കൂട്ടം കൂടി മർദ്ദിക്കുന്നതുമായ ദൃശ്യങ്ങൾ. സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത് കാര്യം തിരക്കിയതാണ് മൂന്നാം മുറയ്ക്ക് പിന്നിൽ. SI നുഹ്മാൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവർ വളഞ്ഞിട്ട് മർദ്ദിക്കുകയുമായിരുന്നു. വ്യാജ FIR ഉണ്ടാക്കി സുജിത്തിനെ ജയിലിലടയ്ക്കാനായിരുന്നു നീക്കം. സുജിത് നടത്തിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് പോലീസുകാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് കുന്നംകുളം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സേനാതലത്തിൽ നടപടിയെടുത്തിരുന്നു എന്നാണ് തൃശൂർ റേഞ്ച് DIG R ഹരിശങ്കറിന്റെ പ്രതികരണം. ആ എൻക്വയറി നടന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായി കണ്ട ആൾക്കാർക്കെതിരെ ശിക്ഷ നൽകിയിട്ടുള്ളതായിട്ടാണ് രേഖകളിൽ കാണുന്നത്. രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കളും രംഗത്ത്. കാക്കി ഉടുപ്പ് ധരിച്ച ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന കുറ്റകരമായ നിലപാടാണ് കേരള മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാകുമെന്നാണ് സൂചന. സൂരജ് സജി, 24 തൃശൂർ. ആഗോള അയ്യപ്പ സംഗമത്തെ ചൊല്ലി മുന്നണികളുടെ രാഷ്ട്രീയ പോര് ശക്തം. സംഗമത്തിൽ പങ്കെടുക്കേണ്ടെന്ന് UDF തീരുമാനിച്ചപ്പോൾ ബദൽ സംഗമ നീക്കത്തിലാണ് BJP. വിശ്വാസികൾക്കൊപ്പമാണ് CPIM എന്ന് MV ഗോവിന്ദൻ. സംഗമത്തിന് നടത്തിപ്പിൽ സുതാര്യത ഇല്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. വിശ്വാസികളുമായി ബന്ധപ്പെട്ട പരിപാടി എന്ന നിലയിൽ ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കുമെന്ന് പറയാൻ UDF തയ്യാറല്ല. അതേസമയം മുന്നണി നേതാക്കൾ ആരും സംഗമത്തിൽ പങ്കെടുക്കില്ല. അല്ല, ഞങ്ങൾ ബഹിഷ്കരിക്കുന്നൊന്നുമില്ല. ഞങ്ങൾ പറയുന്നത് ഈ കപട അയ്യപ്പ ഭക്തിയും അതിൻ്റെ പേരിൽ നടത്തുന്ന ഈ രാഷ്ട്രീയ മുതലെടുപ്പും അയ്യപ്പ ഭക്തരെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഈ മാസം 20 പമ്പയിൽ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ഈ മാസം 22 പന്തളത്ത് വിശ്വാസ സംഗമം സംഘടിപ്പിക്കാനാണ് സംഘപരിവാർ സംഘടനകളുടെ തീരുമാനം. ഈ വരുന്ന 22-ാം തീയതി പന്തളം കേന്ദ്രീകരിച്ചുകൊണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സമഗ്രമായ ഒരു സംഗമം നടത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. വർഗീയതയ്ക്കെതിരായിരിക്കും ആഗോള അയ്യപ്പ സംഗമമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPIM വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, വിശ്വാസികൾക്കൊപ്പമാണ്. ഇന്നലെയുമാണ്, ഇന്നുമാണ്, നാളെയുമാണ്. താത്തി അവരോർത്ത് ഞാനിപ്പോൾ പോയിട്ടില്ല. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിൽ സുതാര്യതയില്ലെന്ന് ഹൈക്കോടതി വിമർശിച്ചു. അയ്യപ്പന്റെ പേരിൽ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പണം പിരിക്കുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണമെന്ന് കോടതി പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം തടയണം എന്ന ഹർജിയിലാണ് നിരീക്ഷണം. 24 തിരുവനന്തപുരം. പൗരത്വ ഭേദഗതി നിയമത്തിൽ ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. 2024 ഡിസംബർ വരെ ഇന്ത്യയിലെത്തിയ മുസ്ലിം ഇതര വിഭാഗക്കാർക്ക് രാജ്യത്ത് തുടരാം. നേരത്തെ 2014 ഡിസംബർ വരെ എത്തിയവർക്കായിരുന്നു ഇളവ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഇളവ്. 2019 പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമപ്രകാരം 2014 ഡിസംബർ 31 മുമ്പ് വന്നവർക്കായിരുന്നു പൗരത്വം നൽകാൻ നിശ്ചയിച്ച സമയപരിധി. ഈ സമയപരിധിയിൽ 10 വർഷത്തെ ഇളവ് കൂടി നൽകിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയത്. തിങ്കളാഴ്ച ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയ വിജ്ഞാപന പ്രകാരം 2024 ഡിസംബർ 31 വരെ അയൽ രാജ്യങ്ങളിൽ നിന്നും വന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പൗരത്വത്തിന് അപേക്ഷ നൽകാം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് മതപരമായ പീഡനം മൂലം ഇന്ത്യയിൽ അഭയം തേടിയ ഹിന്ദുക്കൾ, സിഖുകാർ, ജൈനർ, ക്രിസ്ത്യൻ വിഭാഗക്കാർക്ക് പുതിയ തീരുമാനം ആശ്വാസമാകും. പുതിയ ഇളവ് പ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്ക് പാസ്പോർട്ടോ യാത്രാരേഖകളോ ആവശ്യമില്ല. ബംഗ്ലാദേശിൽ അടുത്തിടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന പീഡനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സമയപരിധിയിൽ ഇളവ് നൽകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമെന്നാണ് സൂചന. ബീഹാർ, പശ്ചിമബംഗാൾ, അസം സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് നിർണായക നടപടി. 24 ഡൽഹി.
സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ പരിപാടികൾക്ക് പ്രൗഢഗംഭീര തുടക്കം. തിരുവനന്തപുരം കനകക്കുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാരാഘോഷത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. 33 വേദികളിലായി ഇനി ഒരാഴ്ചക്കാലം തലസ്ഥാനത്ത് കളർഫുൾ ഓണമാണ്. തലസ്ഥാന നഗരം ഒരുങ്ങി. ഇനി ഓണം മൂഡ്. നഗരം വൈദ്യുതാലങ്കൃതമായി. ഏത് വഴിയിൽ നിന്ന് തലസ്ഥാന നഗരം നോക്കിയാലും ലൈറ്റ് മൂഡ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കനകക്കുന്നിൽ വെച്ച് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. ആഘോഷങ്ങൾ ചില വിഭാഗങ്ങളിൽ മാത്രമായി ചുരുക്കാനുള്ള ശ്രമങ്ങളെ ചെറുത്തുതോൽപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി. അസാധ്യമാണ് എന്ന് ചിലപ്പോൾ ചിലർക്ക് തോന്നിയേക്കാം. പക്ഷേ അസാധ്യമാണെന്ന് കരുതിയ പലതും സാധ്യമാക്കിയവരാണ് നമ്മൾ. അതിനിടയാക്കിയത് നമ്മുടെ ഐക്യവും ഒരുമയുമാണ്. നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ്. അതിനു മുന്നിൽ ഒന്നും അസാധ്യമായിട്ടുള്ളതില്ല എന്നതാണ് നാം തെളിയിച്ചിട്ടുള്ളത്. മലയാളികളുടെ പ്രിയപ്പെട്ട നടനും സംവിധായകനുമായ ബേസിൽ ജോസഫിന്റെയും തമിഴ് സിനിമാ താരം രവി മോഹന്റെയും സാന്നിധ്യം ആഘോഷങ്ങൾക്ക് നൽകിയത് സെലിബ്രിറ്റി മൂഡ്. നിയമസഭയുടെ മുമ്പിൽ കൂടെയൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ പോകുമ്പോൾ പോലീസൊക്കെ ഓടിച്ചു വിടുമായിരുന്നു. പടാ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റൂല എന്ന് പറയായിരുന്നു. ഇന്ന് അവിടെ പോയിരുന്ന് മുഖ്യമന്ത്രിയോടൊപ്പം സദ്യ കഴിക്കാൻ സാധിച്ചു. എല്ലാവർക്കും ഓണം ആശംസകൾ. ആഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി ഒരുക്കിയ ഓണസദ്യയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഒരാഴ്ചക്കാലം 33 വേദികളിലായാണ് ആഘോഷ പരിപാടികൾ. 10,000-ത്തിലധികം കലാകാരന്മാർ ആഘോഷങ്ങളുടെ ഭാഗമാവും. 5, 6, 7 തീയതികളിൽ നഗരത്തിൽ ഡ്രോൺ ഷോ ഒരുക്കും. 1000-ഓളം ഡ്രോണുകൾ ഷോയുടെ ഭാഗമാവും. ഈ മാസം 9-ന് നടക്കുന്ന ഘോഷയാത്രയോടെ ഓണം വാരാഘോഷം സമാപിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.